നമ്മളുണ്ടല്ലോ ഡെയിലി നമ്മുടെ ടിവിയിലും മൊബൈലിലൊക്കെ പല പരസ്യങ്ങൾ കാണാറുണ്ട് ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ. ഈ ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും, നമ്മുടെ പാടുകൾ മാറും, സ്കിൻ നല്ല ക്ലിയർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പലപ്പോഴും ഈ ക്രീംസ് ഒക്കെ വാങ്ങി യൂസ് ചെയ്താലും നമുക്ക് അതുപോലുള്ളൊരു റിസൾട്ട് കിട്ടാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ക്രീം ആയിരിക്കില്ല അത്. പലർക്കും പല ടൈപ്പ് ഓഫ് സ്കിൻ ആണല്ലേ. പക്ഷെ സെലിബ്രിറ്റീസ് എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അവരുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതിലുപരി അവരുടെ സ്കിൻ അവർ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, അവരുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ. അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ സെലിബ്രിറ്റീസ് വിസിറ്റ് ചെയ്യുന്ന കൊച്ചിയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൻ അഫേഴ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് കുറച്ചധികം സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് ഈ അടുത്തിടെയായിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് ഡയമണ്ട് ഗ്ലോ ഫേഷ്യൽ ആണ് സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് ഉണ്ടായി, നല്ലൊരു ഗ്ലോ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ പംകിൻ ഫേഷ്യൽ, വാമ്പയർ ഫേഷ്യൽ തുടങ്ങി ഒരുപാട് മെഡി ഫേഷ്യൽസ് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല സ്കിൻ, ഹെയർ, നെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ പിന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഓണമായിട്ട് ഇവിടെ ഫേഷ്യൽ ഹെയർ റിഡക്ഷൻ ഉണ്ട്. അതുപോലെ എല്ലാ ഫേഷ്യൽസിനും നല്ല ഓഫറും ഉണ്ട്. അപ്പോൾ സ്കിൻ അഫേഴ്സ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പനമ്പള്ളി നഗറിൽ കൈരളി അപ്പാർട്ട്മെന്റ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പല പല ക്രീംസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാണാം.